അപ്പോൾ എല്ലാവരെയും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ്. നമ്മുടെ ജീവന് വരെ ഭീഷണി ഉയർത്തുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ യാതൊരു കാരണവശാലും സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോയിലേക്ക് പോവാം. കേരളം കുറുവ സംഘങ്ങളുടെ പിടിയിലമർന്നിരിക്കുന്നു എന്നാണ് പുതിയതായി ഉയർന്നു വരുന്ന വാർത്തകൾ. അപ്പോൾ എന്താണ് കുറുവ സംഘങ്ങൾ? കുറുവ സംഘം എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമം എന്ന് പറയുന്ന പ്രദേശം. തിരുട്ട് ഗ്രാമം എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ ഒരേ ഒരു സ്ഥലം മാത്രമല്ല ഈ പേരിൽ അറിയപ്പെടുന്നത്. അനേകം തിരുട്ട് ഗ്രാമങ്ങളുണ്ട്. തിരുട്ട് ഗ്രാമം എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ ഏറ്റവും വൃത്തികെട്ടവന്മാർ, ഏറ്റവും വലിയ കള്ളന്മാർ, കൊള്ളക്കാർ, പിടിച്ചുപറിക്കാർ, കൂട്ടിക്കൊടുപ്പുകാർ, അതുപോലെ ഏറ്റവും നീചമായ പ്രവൃത്തികൾ ചെയ്ത് ജീവിക്കുന്ന അത്തരം വൃത്തികെട്ടവന്മാർ തിങ്ങിപ്പാർക്കുന്ന ഒരു ഗ്രാമത്തെയാണ് തിരുട്ട് ഗ്രാമം എന്ന് പറയുന്നത്. ഈ തിരുട്ട് ഗ്രാമങ്ങളിൽ നിന്നും പരിശീലനം നേടിയ കൊലയാളി സംഘങ്ങൾ കേരളത്തിലേക്ക് കടന്നിരിക്കുന്നു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം സംഘങ്ങൾ അക്രമം നടത്തിയതായിട്ട് റിപ്പോർട്ടുണ്ട്. അവർ ചെയ്യുന്ന രീതി സാധാരണ കള്ളന്മാർ ചെയ്യുന്നത് പോലെ കുടുംബനാഥനും കുടുംബത്തിലെ അംഗങ്ങളുമെല്ലാം ഉറങ്ങി കഴിഞ്ഞതിന് ശേഷം വീടിന്റെ വെളിയിൽ മുറ്റത്തോ വീടിന്റെ വർക്ക് ഏരിയ ഭാഗത്തോ എവിടെയെങ്കിലും തുറസായ മേഖലയിൽ എന്തെങ്കിലും വീട്ടുപകരണങ്ങൾ അതുപോലെ എന്തെങ്കിലും വിലപിടിപ്പുള്ള വസ്തുക്കൾ ഉണ്ടെങ്കിൽ അത് മോഷ്ടിച്ചു കൊണ്ടുപോകും. പിന്നെ വീടിനകത്ത് കയറണമെങ്കിൽ ആൾ താമസമില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമാണ് വീടിനകത്ത് കയറി കളവ് നടത്തുക. എന്നാൽ തിരുട്ട് ഗ്രാമങ്ങളിൽ നിന്നും വരുന്ന കുറുവ സംഘങ്ങൾ ചെയ്യുന്നത് വളരെ അധികം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഈ കുറുവ സംഘങ്ങൾ വന്നിട്ട് അവരുടെ പ്രവർത്തനം രാത്രി 1 മണിക്കും 4 മണിക്കും ഇടയിലുള്ള ഏതാണ്ട് 3 മണിക്കൂർ സമയം. ഈ 3 മണിക്കൂർ സമയമാണ് ഇവർ കൊള്ള നടത്താൻ വേണ്ടി തെരഞ്ഞെടുക്കുന്ന സമയം. ഇവർ ഒരു 1 മണി, 1:30 മണി, 2 മണിയോടുകൂടിയൊക്കെ നമ്മുടെ വീടിന്റെ പരിസരത്ത് വരിക, വീടിന്റെ വെളിയിലുള്ള വാട്ടർ ടാപ്പ് തുറന്നിടുക, നിരന്തരം വെള്ളം ഇങ്ങനെ ചാടി പോകുമ്പോൾ രാത്രി ശാന്തമായിരിക്കുമല്ലോ, അപ്പോൾ വെള്ളം താഴെ വീണ് പോകുമ്പോൾ കുടുംബനാഥനോ അല്ലെങ്കിൽ കുടുംബത്തിലെ ആരെങ്കിലും വാതിൽ തുറന്ന് പുറത്തിറങ്ങും. വെളിയിൽ വെള്ളം നിർത്താതെ ഒഴുകുന്നു, ഇന്ന് ടാപ്പ് പൂട്ടിയിട്ടില്ല, അതുകൊണ്ട് ടാപ്പ് അടയ്ക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പുറത്തിറങ്ങും. പുറത്ത് ഇറങ്ങുന്ന ആ സെക്കൻഡിൽ നമ്മളുടെ തലയുടെ പിൻഭാഗത്ത് നിന്നും ശക്തമായ അടി, ഇരുമ്പ് വടി കൊണ്ടോ ഇരുമ്പ് പൈപ്പ് കൊണ്ടോ ശക്തമായ അടി നമ്മുടെ തലയുടെ പിൻഭാഗത്ത് കിട്ടും. അതോടുകൂടി ആ വ്യക്തി അവിടെ വീഴുന്നു. അപ്പോൾ വാതിൽ കുത്തിപ്പൊളിക്കാതെ തന്നെ ഈ കള്ളന്മാർക്ക് അകത്ത് കടക്കാം. 2-3 പേരടങ്ങുന്ന സംഘമാണ് ഈ തിരുട്ട് ഗ്രാമങ്ങളിൽ നിന്നും വരുന്ന ഈ കൊള്ളക്കാർ. ഏറിയാൽ 3 പേർ, അതിൽ കൂടുതലുണ്ടാകില്ല. അവർ വീടിനകത്ത് കയറിയതിന് ശേഷം വീട്ടിലുള്ള എല്ലാവരെയും അടിച്ചു വീഴ്ത്തുക. എന്നിട്ട് കഴുത്തിൽ കിടക്കുന്ന ആഭരണങ്ങൾ, കയ്യിൽ കിടക്കുന്ന വളകൾ കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് എടുത്തുകൊണ്ട് സുഖമായി പോവുക. ഇത്തരം സംഘങ്ങളെയാണ് കുറുവ സംഘങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ആക്രമണത്തിന് ഇവർ തെരഞ്ഞെടുക്കുന്ന വീട്, ഏത് രീതിയിലാണ് ഒരു വീട് ഇവർ തെരഞ്ഞെടുക്കുന്നത് എന്നുകൂടെ ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാം. ഇവരുടെ ഒരു വിങ്, ആ വിങ് പ്രവർത്തിക്കുന്നത് ഒന്നുകിൽ ആക്രി കച്ചവടക്കാരൻ എന്ന വ്യാജേന നമ്മുടെ വീട്ടിലെത്തുന്നു, അല്ലെങ്കിൽ അമ്മി കൊത്താനുണ്ടോ, അമ്മി കല്ല് കൊത്താനുണ്ടോ, കത്തി മൂർച്ച കൂട്ടാനുണ്ടോ, ബ്ലാങ്കറ്റ്, പുതപ്പ് വളരെ കുറഞ്ഞ വിലയിൽ വിൽപ്പന നടത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീട്ടിൽ വന്ന് കയറുന്നു. അവർ വന്ന് കയറിയാൽ ചുരുങ്ങിയത് 2 പേരുണ്ടാവും. ഒരാൾ അവരുടെ വിൽപ്പന സാധനങ്ങളുടെ വിലയെ ചൊല്ലി സംസാരിക്കുമ്പോൾ മറ്റു വ്യക്തി വീട്ടിലെ അംഗങ്ങളുടെ കഴുത്തിലോ കയ്യിലോ ആഭരണങ്ങളുണ്ടോ, അത് അല്പം സമ്പത്തുള്ള വ്യക്തിയുടെ വീടാണോ
ഇവിടെ കയറിയാൽ എന്തെങ്കിലും കിട്ടുമോ എന്നൊക്കെയുള്ള ശ്രദ്ധയായിരിക്കും, സ്ത്രീകളെ ആയിരിക്കും അവർ കൂടുതൽ ശ്രദ്ധിക്കുക. അങ്ങനെ നോട്ടിഫൈ ചെയ്യുന്ന വീടുകൾ ഇവരുടെ മറ്റ് സംഘങ്ങൾക്ക് ആ വീടിന്റെ സ്കെച്ചും കാര്യങ്ങളും അടയാളങ്ങളും എല്ലാം ഇവരുടെ മറ്റ് സംഘങ്ങൾക്ക് കൈമാറുന്നു. അങ്ങനെ 2 ദിവസം കഴിയുമ്പോൾ ആ സംഘങ്ങളെയും കൂട്ടി ആ വീടിന്റെ വഴിയിലൂടെ വന്ന് ഇതാണ് ഈ വീട് എന്ന് കാണിച്ചു കൊടുക്കുന്നു. ഇവർ വീടിനകത്ത് കടക്കാൻ തെരഞ്ഞെടുക്കുന്നത് വീടിന്റെ മുൻഭാഗത്തു നിന്നും ഇവർ വീടിനകത്ത് കടക്കില്ല. വീടിന്റെ പിൻഭാഗത്ത് നിന്നുമാണ് ഇവർ വീടിനകത്ത് കടക്കുക. പിൻഭാഗത്ത് സ്വാഭാവികമായും മുൻഭാഗത്തെ അത്രയും ആഡംബരത്വവും ബലവത്തായ ഡോറുകളായിരിക്കില്ല പിൻഭാഗത്ത്. അതുകൊണ്ട് തന്നെ തല്ലിപ്പൊളിക്കാൻ എളുപ്പമുണ്ട് എന്ന് കരുതിയാണ് പിൻഭാഗത്ത് നിന്ന് അകത്ത് കടക്കുന്നത്. അവർ നോട്ടിഫൈ ചെയ്ത വീട് യാതൊരു കാരണവശാലും അവർ അവിടെ കടക്കാതിരിക്കില്ല. അവർ ടാപ്പിലെ വെള്ളം അഴിച്ചുവിടുന്ന പരിപാടി ചെയ്യും. എന്നിട്ടും ആരും വീടിന്റെ പുറത്ത് കടക്കുന്നില്ല എങ്കിൽ അവരുടെ ഫോണിൽ കൊച്ചു കുട്ടികളുടെ കരച്ചിൽ, ഏതാണ്ട് പ്രസവിച്ച് വീണ് 1-2 ആഴ്ചകൾക്ക് ശേഷമുള്ള കുട്ടികളുടെ കരച്ചിൽ റെക്കോർഡ് ചെയ്തു വച്ചിരിക്കുന്ന ഫോൺ അവരുടെ കയ്യിലുണ്ടാവും. അവർ വീടിന് വെളിയിൽ നിന്നുകൊണ്ട് ഈ കുട്ടിയുടെ കരച്ചിൽ ശബ്ദം ആ ഫോണിലൂടെ ഓൺ ചെയ്ത് കേൾപ്പിക്കുന്നു. അസമയത്ത് കൊച്ചു കുട്ടിയുടെ കരച്ചിൽ നമ്മുടെ വീടിന് മുൻവശത്തായിട്ട് അല്ലെങ്കിൽ പിൻവശത്തായിട്ട് കേൾക്കുമ്പോൾ സ്വാഭാവികമായും ആ വീട്ടിലെ ആരെങ്കിലും എണീറ്റ് ഈ ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് ചെന്ന് നോക്കും. ആ വാതിൽ തുറക്കും. തുറന്ന മാത്രയിൽ അടി തലക്ക് കിട്ടും. അടി അവർ ബോധം കെടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയൊന്നുമല്ല അടിക്കുന്നത്, മരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അടിക്കുന്നത്. അപ്പോൾ ഇത്തരം തിരുട്ട് ഗ്രാമങ്ങളിൽ നിന്നും വരുന്ന കൊള്ളക്കാർ നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട് നോട്ടിഫൈ ചെയ്യാൻ സാധ്യതയുണ്ട്. ആയതുകൊണ്ട് ആക്രി കച്ചവടക്കാരെ അടിപ്പിക്കാതിരിക്കുക. ചൂല് വിൽപ്പന, പ്ലാസ്റ്റിക് ചൂല്, മാറാമ്പലടിക്കുന്ന ചൂലുകൾ, ഇതൊക്കെ വിൽപ്പന നടത്തുന്ന സംഘങ്ങൾ വീട്ടിൽ വന്നാൽ അവരെ വീട്ടിൽ അടുപ്പിക്കാതിരിക്കുക. അവരുടെ കയ്യിൽ നിന്നും യാതൊരു സാധനങ്ങളും വാങ്ങാതിരിക്കുക. കത്തി മൂർച്ച കൂട്ടാൻ, അമ്മിക്കല്ല് കൊത്താൻ, ഇത്തരം ജാടയുമായി വരുന്ന ആരെയും വീട്ടിൽ അടുപ്പിക്കാതിരിക്കുക. അതുപോലെ ബ്ലാങ്കറ്റ് കച്ചവടക്കാർ, ഇത്തരക്കാരാണ് വീട് നോട്ടിഫൈ ചെയ്ത് ഈ സ്പെഷ്യലിസ്റ്റുകൾക്ക്, കൊള്ള നടത്തുന്ന സ്പെഷ്യലിസ്റ്റുകൾക്ക് ഈ വീടിനെ കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറുന്നത്. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയം. ഇതോടനുബന്ധിച്ച് തന്നെ എനിക്ക് മറ്റൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ഇത് മാസങ്ങളോളമായി ഇപ്പോൾ ഈ വാർത്ത ഇങ്ങനെ വരുന്നു, ഇടയ്ക്കിടയ്ക്ക് വരും, പിന്നെ മറയും, പിന്നെ ഏതാനും മാസങ്ങൾക്ക് ശേഷം ഇത്തരം വാർത്തകൾ വീണ്ടും വീണ്ടും പൊന്തി വരും. എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ ജനങ്ങളുടെ നികുതി പണമാണ് ഇവിടുത്തെ പോലീസുകാരടക്കമുള്ള സകല സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ശമ്പളവും ആനുകൂല്യവും പെൻഷനും ഒക്കെ ആയിട്ട് കൈപ്പറ്റി നല്ലവണ്ണം ഉദരം നിറയെ ഭക്ഷിച്ച് സുഖിച്ച് ആർഭാടമായി ജീവിക്കുന്നത്. ഈ പോലീസുകാർക്ക് ഇവിടെ എന്താണ് പണി? പോലീസുകാർ നൈറ്റ് പട്രോളിംഗ് ശക്തമാക്കിയാൽ ഇത്തരക്കാരെ പിടിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറയുന്നത്, കേരളത്തിലെ പോലീസുകാരെല്ലാം നിർഗുണന്മാരാണ് എന്നാണോ? അല്ല. പോലീസുകാർ ഇത്തരം കൊള്ള സംഘങ്ങളെ പിടിക്കുന്നുണ്ടോ? ഉണ്ട്. 10,000 ആക്രമണങ്ങൾ നടത്തി കഴിയുമ്പോൾ 10,000 ആക്രമണങ്ങൾ നടത്തി കഴിയുമ്പോൾ ഒരു കേസ് പിടിക്കും. അതിനെ പോലീസ് പിടിക്കുന്നു. പോലീസ് ഇവരുടെ പിന്നാലെ ഫോളോ ചെയ്ത് വേട്ടയാടി ഇവരെ പിടിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. 10,000 പേർക്ക് നേരെ ആക്രമണം അഴിച്ചു വിട്ട് കഴിഞ്ഞപ്പോൾ ഒരു കേസ് പിടിക്കുന്നു. അതിലെന്താണ് അർത്ഥമുള്ളത്? റോഡിലൂടെ ഓടുന്ന 2 വീലറുകളെ പിടിക്കാൻ 10,000 2 വീലറുകളെ കേരളത്തിലെ പോലീസ് 1 മണിക്കൂർ കൊണ്ട് പിടിക്കുന്നു. കുറുവ സംഘത്തെ എപ്പോഴെങ്കിലും ഒരെണ്ണം ഓടി വന്ന് കയ്യിൽ കിട്ടിയാൽ പിടിക്കും. ഇതാണ് അവസ്ഥ. അതുകൊണ്ട് പോലീസ് ഇക്കാര്യത്തിൽ സജീവമല്ല, നിർജീവമാണ് എന്ന് തന്നെ വേണം പറയാൻ. അവർ വീട്ടിൽ പോയി കിടന്നുറങ്ങുന്നു. രാത്രി പട്രോളിംഗ് സജീവമാക്കുക.
365 ദിവസവും പട്രോളിംഗ് സജീവമാക്കുക. ഇതല്ലാതെ ഇത്തരക്കാരെ വേട്ടയാടാൻ വേറെ നിവൃത്തിയില്ല. അപ്പോഴും രാത്രിയിൽ ഓടി വരുന്ന വണ്ടിയെ തടുത്തു നിർത്തി പണം പിടിച്ചു പറിക്കുക എന്നുള്ളതായിരിക്കും പോലീസ് ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നത്. ഇവന്മാർ സുഖിച്ച് ആർഭാടമായി ജീവിക്കുന്നു. ജനങ്ങളുടെ ജീവനും സ്വത്തിന് സംരക്ഷണം കൊടുക്കുക എന്നുള്ള ചുമതലയാണ് പോലീസ് എന്ന വാക്കിന്റെ തന്നെ അർത്ഥം. ആ വാക്കിന്റെ ആദ്യ അക്ഷരം പോലീസ് എന്ന ആദ്യ അക്ഷരം, ആ അക്ഷരം കൊണ്ട് ഉദ്ദേശിക്കുന്ന പൊളൈറ്റ് എന്നാണ്, അതായത് മര്യാദ. നിങ്ങൾ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പോലീസുകാരൻ മര്യാദയോടുകൂടി സംസാരിക്കുന്നത്, പെരുമാറുന്നത് കണ്ടിട്ടുണ്ടോ? നോ, നെവർ. അപ്പോൾ എന്നെ ശ്രമിച്ച എല്ലാവർക്കും എൻ്റെ വലിയൊരു സലാം.